العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم أرحم الراحماയ അല്ലാഹുവേ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണം റഹ്മാനെ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ തുബ്ബ റജാഉ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്ത് തയ്യാറാക്കി വെച്ച വീടിൻ്റെ ആ രേഖ, അത് മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ യാത്രയിൽ തന്നെ അബൂ ലൈല എന്ന സ്വഹാബി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത്. അബൂ ലൈല മദീനയിലേക്ക് വന്നു, സമ്മാനം വാങ്ങി, അല്ലെ? അങ്ങനെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ യാത്ര ചെയ്ത് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തുമ്പോൾ ത്വലഅൽ ബദ്റു അലൈനാ എന്ന് ബൈത്ത് പാടി സ്വീകരിച്ചതും, ഒരുപാട് ചരിത്രങ്ങളുടെ മസ്ജിദുൽ ഖുബായിൽ പോയി താമസിച്ചതും, മസ്ജിദുൽ ഖുബാ നിർമ്മാണം ചെയ്തതും, അങ്ങനെ പല വിഷയങ്ങളുമുണ്ട്. എതുമാവട്ട് മദീനയിലേക്ക് എത്തുമ്പോൾ അംസ്വാരികളായ പല സുഹാബാക്കളും നണ്ട ഔത്ത് പറഞ്ഞു എന്താക്കിയാറ്, ഒട്ടകത്തിൻ്റെ ആ പള്ളി പൊടിച്ച് വലിച്ചാറ്. നബിയല്ലേ, എല്ലാവർക്കും ആശ്ചര്യം. വലിയ പണക്കാരുമുണ്ട്, കോടീശ്വരന്മാരുണ്ട്. അങ്ങനെ എല്ലാ അംസ്വാരികളായ സുഹാബാക്കൾ ഞങ്ങളെ പുരക്ക് പറഞ്ഞു എന്ന് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കയറി വിടുക. ആ ഒട്ടകത്തിനേക്ക് പ്രത്യേകമായ ഒരു കൽപ്പനയുണ്ട് റബ്ബിൻ്റെ. ദഉഹ, ആ ഒട്ടകത്തെ എന്താക്കും, വിടറു. ആ ഒട്ടകത്തിന്റെ കയറിങ്ങ വിടറു. ആരും എൻ്റെ ഒത്തക്ക് വരും എന്ന് പറയണ്ട. എന്തേ? ഫഇന്നഹാ മഅ്മൂറത്തുൻ. ആ ഒട്ടകം ഏത് പുരയ്ക്ക് പോകണം, ആരെ വീട്ടിലേക്ക് പോകണമെന്ന് റബ്ബിന്റെ ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ ഒട്ടകം എന്താക്കും, അവിടെ പോയി മുട്ടുമുത്തും എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബാക്കളോട് സമാധാനം പറഞ്ഞു. അങ്ങനെ ഒട്ടകം വന്ന് ഇന്ന് ഹബീബായ മുത്തുനബിന്റെ പരിശുദ്ധമായ മസ്ജിദുൻ നബവി നിലകൊള്ളുന്ന അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതാ ഒരു സ്വഹാബിയുണ്ട്, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. എല്ലാവരും അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിന്റെ പുരയിലേക്ക് എത്തിയപ്പോൾ ആ വീട്ടിന്റെ മുമ്പിൽ ഒട്ടകം മുട്ടുകുത്തി. അവിടെയും ഒരുപാട് ചരിത്രമുണ്ട്. ആ ഔത്തിനിക്ക് ജണ്ട് എന്തുണ്ട്, കീഴും മേലും മാളികന്റെ ശരീരമായിട്ടിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, തങ്ങൾ മേല് തയ്ക്കണോ, മേല് തയ്ക്കണോ, ഞങ്ങൾ കീഴ് തയ്ക്കാൻ ചൊന്നിട്ടു. അപ്പൊ മുത്തുനബി ചൊത്തു, വേണ്ട, നാളെ കീഴേ തയ്ക്കാൻ. അപ്പൊ നോക്കണം, ഞങ്ങളുടെ സ്നേഹം നോക്കണം. നിങ്ങൾ ചൊന്നാൽ, ഇല്ല നബി, ഞങ്ങൾ മേലും നിങ്ങൾ കീഴുവായെങ്കിൽ അതിൽ അതവ് കേടായി പോകും. അപ്പൊ മുത്തുനബി ചൊത്തു, അങ്ങനല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുമാർ കൂട്ടമായിട്ട് വിസിറ്റ് വരുമ്പോ നാങ്ങ മേൽ തെച്ചുന്നത് എന്താവും, ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ഞാൻ കീഴേ തയ്ക്കാൻ ചൊന്നിട്ടു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു മനസ്സില്ലാണ്ട് സമ്മതം കൊടുത്തു. അങ്ങനെ ഒരു നാൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ പെഞ്ഞായി മാളികന്റെ മേലെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഈ തണ്ണി വീത്തി വെച്ച് ജഗ്ഗുണ്ടല്ലേ ചെല്ല് വീണ് പോയി. ആ വീണപ്പോൾ അങ്ങ് വേഗം എന്താക്കിയാറ്, അങ്ങനെ സ്വന്തം വേറൊന്നും ഇല്ല, പയക്കിന് ഒരു വലിയ ആ വല്ല് കൊണ്ട് അതെല്ലാം എന്താക്കിയാലങ്ങ ഇത് അതിനെ തോത്തിനെടുത്താൽ. കാരണം റസൂലുള്ളാഹിന്റെ മേൽ വീണുണ്ടാണ്. അന്ന് ഉറങ്ങില്ല അങ്ങ് രണ്ടാളും. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലേക്ക് തണ്ണി വീണിട്ടുണ്ടാകുമോ? രണ്ടാളും കടന്നുറങ്ങുന്ന നിന്റെ ചരിത്രമാണ്. കടന്നുറങ്ങാൻ സുബൈക്ക് ചെന്നാറ് മുത്തുനബി തങ്ങെന്തായെങ്കിൽ മേളിൽ വന്നു. ഞങ്ങൾ നടക്കുമ്പോൾ അപ്പുറം ഇപ്പുറം പോകുമ്പോൾ തങ്ങളെ മേൽ ധൂൾ വീണെങ്കില അതേപോലെ തണ്ണി നില വീണിട്ട് ഇങ്ങനെ ആയി നിങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. നിർബന്ധിച്ചപ്പോൾ ഹബീബായ മുത്തുനബി അവരുടെ മേളിൽ ചരിത്രം എതുമാവണം.
ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒട്ടകം മുട്ടുകുത്തി അവിടെ ഇരുന്നു. അങ്ങനെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഹബീബായ മുത്തുനബി താമസമാക്കി. ആരാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു? അത് നേരത്തെ മക്കയിൽ രാജാവിനിക്ക് രോഗം വന്നപ്പോൾ ആ ചികിത്സിച്ച മരുന്ന് കൊടുത്ത ആ പണ്ഡിതനുണ്ടല്ലോ, ആ പണ്ഡിതന്റെ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ മക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അന്ന് രാജാവ് നിർമ്മിച്ചുണ്ടാക്കിയ വീട് ആ പണ്ഡിതന്റെ കുടുംബങ്ങളിലേക്ക് താമസിച്ച് അവസാനം അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ കയ്യിലെത്തി. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ അൻഹുവിന്റെ വീട്ടിലേക്ക് മുത്തുനബി വന്നപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് തങ്ങൾക്കുള്ള വീടാണ്, ഇത് തങ്ങൾക്ക് രാജാവ് നിർമ്മിച്ചുണ്ടാക്കിയ വീടാണ്, ഇത് തങ്ങളെ വീടാണ് എന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് എന്ത് മനസ്സിലായി? അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, റസൂലുള്ളാഹിനെ മദ്ഹ് പാടുന്ന, റസൂലുള്ളാഹിനെ മൗലിദ് ഓതുന്ന ആ വിഭാഗം മുത്തുനബി ജനിക്കുന്നതിന് തന്നെ മുമ്പുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലേ, രാജാവ് മരിച്ചതിൻ്റെയും അതേപോലെ മുത്തുനബി അവിടെ എത്തുന്നതിന് ഇടയിലുള്ള വഴിദൂരം എത്രമാണ്? 1000 കൊല്ലം. അങ്ങനെ ചരിത്രം പറയുന്നു. രാജാവ് സ്വർണം കൊണ്ടാണ് അതിലേക്ക് എന്താക്കിയത് മുദ്രവെച്ചത്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ 2 ഗര ബഹുമാനപ്പെട്ട രാജാവ് മുത്തുനബിന്റെ ബഹുമാനമായിട്ട് പദ്യമായിട്ട് പാടിയിട്ടുണ്ട്. ഷഹിദു അലാ അഹ്മദ അന്നഹു റസൂലും മിനല്ലാഹി ബാരിൻ നസം ഫലൗ മുദ്ദ ഉംരി ഇലാ ഉംരിഹി ലകുന്തു വസീറൻ ലഹു വബ്ന അമ്മീ. എന്താണ് പറഞ്ഞത്? അഹ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സർവശക്തനായ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഷഹിദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അലാ അഹ്മദ, അഹ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ എന്തെന്ന്? അന്നഹു റസൂലും മിനല്ലാഹ് ബാരിൻ നസം, ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫലൗ മുദ്ദ ഉംരി ഇലാ ഉംരിഹി, എന്റെ ആയുസ് ആ മുത്തുനബി വരുന്നത് വരെ അള്ളാഹു നീട്ടിത്തരുകയാണെങ്കിൽ, ആ മുത്തുനബി വരുന്നത് വരെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ലകുന്തു വസീറൻ ലഹു വബ്ന അമ്മീ, ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന, ആ റസൂലുള്ളാഹിക്ക് സഹായിക്കുന്ന, ആ റസൂലുള്ളാഹിനെ പ്രത്യേക ഒരു മന്ത്രിയെ പോലെ, ഒരു കാവൽക്കാരനെ പോലെ റസൂലുള്ളാഹിനെ ഞാൻ സഹായിക്കുമായിരുന്നു. 1000 കൊല്ലം ഹബീബായ മുത്തുനബിന്റെ ബഹുമാനം ഇവിടെ പാടുകയാണ്. ഇത് കിതാബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വരെയും കൂടി അതാ വേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഇതും ബഹുമാനപ്പെട്ട എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഈ വരെയും ബഹുമാനപ്പെട്ട രാജാവ് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളോട് ഞാൻ വാളെടുത്ത് യുദ്ധം ചെയ്യും. ആരാണോ റസൂലുള്ളാഹിനെ എതിർത്ത് വരുന്നത്, ആരാണോ റസൂലുള്ളാഹിനെ ധിക്കരിച്ച് നടക്കുന്നത്, ആരാണോ മുത്തുനബിന്റെ ഖുർആനിക്ക് എതിരായിട്ട് വരുന്നത്, ആരാണോ മുത്തുനബിന്റെ ഇസ്ലാം ദീനിക്ക് എതിരായിട്ട് വരുന്നത്, അവരോട് ഞാൻ വാള് കൊണ്ട് യുദ്ധം ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട രാജാവ് 1000 കൊല്ലത്തിനു മുമ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ആ റസൂലുള്ളാഹിനെ ഞങ്ങൾ എത്ര സ്നേഹിക്കണം,
ആ റസൂലുള്ളാഹിന്റെ മൗലിദ് ഞങ്ങൾ എത്ര ബഹുമാനിക്കണം. ആ മുത്തുനബിന്റെ മഹത്വങ്ങൾ പാടുമ്പോൾ, ആ മുത്തുനബിന്റെ മഹത്വം പറയുമ്പോൾ, ആ മുത്തുനബിന്റെ മദീനയെ കുറിച്ച് പറയുമ്പോൾ ഈമാനുള്ള മനുഷ്യന്റെ ഖൽബ് വിടുന്ന് പിടച്ചു പോകും. കാരണം ഈമാനുള്ള മനുഷ്യന്റെ ചിന്ത എപ്പോഴും മദീനയിലേക്ക് എത്തണം. ഏത് സമയത്തും ഒരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത എനിക്ക് മദീനയിലേക്ക് എത്തണം. അത് എത്ര വട്ടം എത്തിയാലും കൊതി തീരാത്ത ഒരു നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മരിക്കുന്നതിലേക്ക് മുമ്പ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് എത്താനും സന്ദർശിക്കാനും ഞങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വെച്ചിട്ട് ഇത് തുടങ്ങുന്നത് മുത്തുനബിക്ക് നുബുവത്തിലേക്ക് മുത്തുനബിക്ക് 40ാമത്തെ വയസ്സ് നുബുവത്ത് കിട്ടി, നബി പട്ടം കിട്ടി. അതിനെ കുറിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മുടെ ക്ലാസ്. അവിടെയാണ് കഴിഞ്ഞ കൊല്ലം ക്ലാസ് അവസാനിച്ചത്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട് ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിനെ കുറിച്ച് 40ാമത്തെ വയസ്സ് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എവിടെയാണ് നുബുവത്ത് കിട്ടുമ്പോൾ മുത്തുനബി എവിടെയാണ് ഉണ്ടായത്, എവിടെയാണ് ഇബാദത്ത് ചെയ്തത്, എന്താണ് ജിബ്രീൽ ഇസ്ലാം എന്ന് പറഞ്ഞത്, അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് പഠിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا مولانا محمد أرحم الراحمين الله ഞങ്ങളെ വക്കം നീ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബിന്റെ മഹത്വം അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞ് ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്.